യെസ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇച്ചിരി ഒരു അട്രാക്ഷൻ നേടിയെടുത്ത ഒരു വാച്ചാണ് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ ഒരു വാച്ചിൻ്റെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാരണമല്ല, അട്രാക്ഷൻ നേടിയെടുത്തത് ഇതിനുള്ള ഓഫേഴ്സ് കാരണമാണ്. ഫസ്റ്റ് ഇതിനുള്ളൊരു ഓഫർ വന്നത് സാംസങ് ഗാലക്സി S22 അൾട്ര പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രീ ബുക്ക് ഓഫറായിട്ട് 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 25,000 രൂപ വില വരുന്ന ഈ ഒരു വാച്ച് കിട്ടുന്നുള്ളൊരു ഓഫറായിരുന്നു. അതിലും എല്ലാവരും ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു വാച്ച് വാങ്ങിച്ച് പിന്നെ റീസെയിൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരൊക്കെ ഒരുപാട് പേരുണ്ട്, മീൻസ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ. അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വാച്ചിന് വേറൊരു ഓഫർ വന്നു. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ MRP 30,000 രൂപ വില വരുന്ന ഈ ഒരു വാച്ച് 15,000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ട് ഓഫർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സ്റ്റോറിലാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് 15,000 റുപ്പീസാണ്. സോ ഇത്രയും ഓഫേഴ്സ് കാരണം ആൾക്കാർക്ക് ഭയങ്കര അട്രാക്ഷനായി ഈ ഒരു വാച്ചിനോട്. കാരണം സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് വാച്ചാണല്ലേ. സോ ഇത്രയും പ്രൈസ് കുറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് വാച്ച് കിട്ടുമ്പോഴത്തേക്കും അത് ആക്ച്വലി ആ ഒരു പ്രൈസിന് കൊള്ളാമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാംസങ് ഇത്രമാത്രം പ്രൈസ് കുറയ്ക്കുന്നത്, അത്രയ്ക്കേ ഉള്ളോ ആ ഒരു വാച്ച് എന്നുള്ള ആ ഒരു ചിന്തകളൊക്കെ ആൾക്കാർക്ക് വരാൻ തുടങ്ങി. സോ ആൾക്കാർക്കൊരു അസിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വാച്ചിൻ്റെ റിവ്യൂ ഇതായി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വാച്ചിനെ പറ്റി ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ്, എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഞാൻ 1 വീക്ക് ഈ ഒരു വാച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണെങ്കിലും കൂടുതൽ താമസിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലൂടെ കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഞാൻ ആക്ച്വലി പ്രോസ് ആൻഡ് കോൺസിൻ്റെ ഫോമിലാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം പ്രോസിലൂടെ കിടക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനും കംഫർട്ടും ഫിറ്റൊക്കെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഡിസൈൻ എനിക്ക് ഈ ഒരു സർക്കുലർ ടൈപ്പ് ഓഫ് വാച്ചസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് സ്ക്വയർ ഷേപ്പ് വാച്ചിനേക്കാളും സർക്കുലർ ടൈപ്പ് ഓഫ് വാച്ചാണ് ഇഷ്ടം. അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ടേസ്റ്റാണ്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കംഫർട്ട് ആണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 30 ഗ്രാംസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വാച്ച് നമുക്ക് അധികം അറിയത്തൊന്നുമില്ല ഇത് കിടക്കുന്ന പോലെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന റബ്ബർ സ്ട്രാപ്പ് ആണെങ്കിലും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്ലസ് പോയിന്റ് പറയുന്നില്ല, പക്ഷേ വളരെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. സോ ടോട്ടലി പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4 ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കത് ആക്ച്വലി ഫേവറബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് പിന്നെ ഏതൊരു സാംസങ്ങിൻ്റെ പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് ആ ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് തോന്നും. 1.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് സ്ക്രീനാണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ DX+ പ്രൊട്ടക്ഷനും ഈ ഒരു വാച്ചിൽ ഓഫർ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഹൈ ക്ലാസ് ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ വൈബ്രൻസിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല വൈബ്രൻ്റ് ആണ്. ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഈവൻ സൺലൈറ്റിൽ നല്ല എക്സ്പോഷറുള്ള ടൈം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിലും എനിക്ക് നല്ല വിസിബിളായിട്ട് തോന്നി വാച്ച്. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. സോ ഡിസ്പ്ലേ വളരെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, അതിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ്. ഇനി മൂന്നാമത് പ്രോ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, വെയർ OS. സാംസങ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഓൺ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടൈസൺ OS ആയിരുന്നു. അതിൽ നിന്നും ഒരു വലിയ ഷിഫ്റ്റ് തന്നെയാണ് സാംസങ് ഈ ഒരു വാച്ചിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. ഗൂഗിളിൻ്റെ വെയർ OS 3.0 വേർഷനാണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, സാംസങ്ങിൻ്റെ ഫോണിൽ വരുന്നത് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഗൂഗിളിൻ്റെ ആ ഒരു സ്റ്റോക്ക് വെർഷൻ അല്ലാത്ത വരുന്നത്. സാംസങ് അതിൻ്റേതായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാച്ചിനകത്താണെങ്കിലും ആ ഒരു OS ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ലിമിറ്റേഷൻ ഇവിടെ വരുന്നുണ്ട്. ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആപ്പിൾ വാച്ച് ആൻഡ്രോയിഡ് ഡിവൈസിലോട്ട് വർക്ക് ചെയ്യാത്ത പോലെ തന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4 നമുക്ക് iOS ഡിവൈസസിലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കംപ്ലീറ്റ് ആൻഡ്രോയിഡ് വാച്ചാണോ ഇത്, സാംസങ്ങിൻ്റെ ആയിട്ടുള്ള ടച്ച് ഇല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, സാംസങ്ങിൻ്റെ വേറബിൾ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് ഒരു ഫോണുമായിട്ട് പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഹെൽത്ത് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഡീറ്റെയിൽസൊക്കെ ഫോണിലും കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സാംസങ്ങിൻ്റെ വാച്ച് തന്നെയാണിത്. ഇനി വെയർ OSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സ്മാർട്ട് വാച്ച് കമ്പനീസ് ഓഫർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെയർ OS എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്പാൻഡബിലിറ്റി ടൈസൺ OSനേക്കാളും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. അതൊരു കാര്യം. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ആക്സസിബിലിറ്റിയാണ് ഈ ഒരു വാച്ചിനകത്ത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലാതെ വേറെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാലും ഒരുപാട് പോസിബിലിറ്റീസ് സാംസങ് ഈ ഒരു വെയർ OSലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ മറ്റു പല എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ വാച്ചിലുള്ളതുപോലെ തന്നെ ഈ ഒരു വാച്ചിനെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ക്യാമറയുടെ സെറ്റിംഗ്സ് മാറ്റാൻ വേണ്ടിയും ഈ ഒരു വാച്ചിനെ യൂസ് ചെയ്യാം എന്ന് പറയാം. കംപ്ലീറ്റ് ഒരു ഫംഗ്ഷനാലിറ്റി ഒന്നും ഈ വാച്ച് തരുന്നില്ല, മീൻസ് ഫോണിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ.
എന്നാലും ഒരു യൂസബിൾ ആയിട്ടുള്ള ഫീച്ചർ അല്ലേ അത്. പിന്നെ മറ്റു പല ജസ്റ്റേഴ്സ് ആണെങ്കിലും സാംസങ് ഈ ഒരു വാച്ചിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ചില എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കൈയിനെ 2 തവണ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോൾ ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ റിസ്റ്റിങ്ങനെ 2 തവണ റൊട്ടേറ്റ് ചെയ്താൽ മതി, അങ്ങനെ ഡിക്ലൈൻ ആവും. പിന്നെ ക്വിക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് റിസ്റ്റിങ്ങനെ 2 തവണ ഇങ്ങനെ ആക്കുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ക്വിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഒരു കോണായിട്ടും കൂടെ പറയാനുണ്ട്. എനിക്ക് ഈ ജസ്റ്റേഴ്സ് അത്ര പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർക്കിംഗ് കണ്ടീഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 10 5 തവണയൊക്കെ എനിക്കൊരു വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വർക്ക് ചെയ്യാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത് ജസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ. സോ കോൾസിൻ്റെ കാര്യം കുഴപ്പമില്ല. എപ്പോഴും ക്വിക്ക് ലോഞ്ചിൻ്റെ കാര്യത്തിലാണ് എനിക്ക് എപ്പോഴും ആ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ വെയർ ഓയിസിനെ പറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോയി. ഞാൻ എല്ലാം പറയാൻ നിൽക്കുന്നില്ല, കാരണം ഒരുപാടുണ്ട്. സോ നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോയിലോട്ട് കിടക്കാം. അതായത് ഈ ഒരു വാച്ചിൻ്റെ ഫിറ്റ്നസ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്. കണക്കില്ലാത്ത അത്രയും ഉണ്ട്. അത്ര തന്നെ എടുത്ത് പറയണം, കണക്കില്ലാത്ത അത്രയും ഫിറ്റ്നസ് ട്രാക്കിംഗ് ഫീച്ചേഴ്സാണ് ഈ ഒരു 15,000 റുപ്പീസിന് ഈ ഒരു വാച്ച് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സ്മാർട്ട് വാച്ചിൽ ബോഡി കോമ്പസിഷൻ മെഷർമെൻറ്റ് ടൂൾ സാംസങ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്താണ് ഈ ഒരു ബോഡി കോമ്പസിഷൻ മെഷർമെൻറ്റ് ടൂൾ? 2 അത് അറിയുമ്പോഴത്തേക്കും അതെങ്ങനെ സാധിച്ചു എന്നാണെങ്കിലും ഒരു ഡൗട്ട് വരും. ഈ ബോഡി കോമ്പസിഷൻ മെഷർമെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ്, സ്കെൽറ്റൽ മസിൽ മാസ്, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ്, ഈ 3 കാര്യങ്ങളും ഈ ഒരു വാച്ച് മെഷർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നും അതെങ്ങനെ ഒരു സ്മാർട്ട് വാച്ച് മെഷർ ചെയ്ത് തരും എന്നുള്ളത്. അതിന് സാംസങ് തരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വാച്ച് ആ ഒരു ബോഡി കോമ്പസിഷൻ മെഷർമെൻറ്റ് ടൂൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ വെയിറ്റും അതുപോലെ തന്നെ ഹൈറ്റും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ റിംഗ് ഫിംഗറും അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഫിംഗറും കൂടെ ചേർത്ത് ഈ ഒരു 2 ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് ടച്ച് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഈ ഒരു വാച്ചിൽ നിന്നും ഒരു ഇലക്ട്രോണിക് സിഗ്നൽസ് നമ്മുടെ ബോഡിയിൽ ഓൾ ഓവർ പാസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി കോമ്പസിഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് തരും എന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. ആക്ച്വലി എനിക്കാണെങ്കിൽ ഒരു വിശ്വസിക്കാൻ പാടായിരുന്നു, കാരണം ഞാൻ 2-3 തവണ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഓരോ സമയം ഓരോ ഫാറ്റ് പെർസെൻറ്റേജും മസിൽ മാസ് പെർസെൻറ്റേജൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും ആക്യുറസി ഇല്ല എന്നുള്ളത്. പക്ഷേ സാംസങ് പറയുന്നത് ഏർലി മോർണിംഗിൽ നമ്മൾ ഫുഡൊന്നും അധികം കഴിക്കാതെ ഈ ഒരു ടെസ്റ്റ് നടത്തണം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബയോ ടെസ്റ്റുകളും അങ്ങനെയാണല്ലോ നടത്തുന്നത്. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% ആക്യുറസി നമുക്ക് ഒരു പ്രൊഫഷണൽ ടെസ്റ്റിൽ നിന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. പല റിപ്പോർട്ട്സ് ആണെങ്കിലും ആൾക്കാർ അത് പ്രൊഫഷണലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അറിയാൻ പറ്റിയതും ഏകദേശം ആക്യുറസി ഒരു 80 to 85% ഈ ഒരു വാച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ് സാംസങ് ഈ ഒരു ഫീൽഡിൽ വരുത്തിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റു പല ഫിറ്റ്നസ് ട്രാക്കിംഗ് ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും, ECG വേരിയേഷൻ നോക്കാൻ പറ്റും, ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, പിന്നെ ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യാൻ പറ്റും, സ്ട്രെസ് മെഷർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അവർ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു വാച്ചിൻ്റെ ഫിറ്റ്നസ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് മെഡിക്കൽ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഓക്കെ ആണോ അല്ലേ എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാർണിംഗ് ഇങ്ങനെയൊക്കെ വേണ്ടി ഈ ഒരു വാച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമുക്കൊരിക്കലും ഒരു കറക്റ്റ് ഡയഗ്നോസിസിന് വേണ്ടിയൊന്നും നമുക്ക് ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സ് അതിപ്പോൾ ഏത് വാച്ച് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രോസിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കോൺസ് ആണ്. അതിലാദ്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി ലൈഫാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഒട്ടുമേ ഈ ഒരു ബാറ്ററി ലൈഫ് വന്നില്ല എന്നുള്ളതാണ്. കാരണം 2 ദിവസം മാക്സിമം ഈ ഒരു വാച്ച്, അത് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഓഫ് ചെയ്തിട്ട് സെൻസേഴ്സൊക്കെ ചിലതൊക്കെ ഓഫ് ചെയ്തിടുവാണെങ്കിൽ 2 ദിവസം കിട്ടും. അല്ലെങ്കിൽ റെക്കമെൻഡബിൾ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് 1 to 1.5 days ആണ്. സോ അത് വെച്ച് നോക്കുമ്പം ആപ്പിൾ വാച്ചിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫാണ് സാംസങ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ സാംസങ്ങിന് കുറച്ചുകൂടി ഒരു ബാറ്ററി ലൈഫ് കിട്ടുമായിരുന്നു, 2-3 ദിവസമൊക്കെ ബാറ്ററി ലൈഫ് നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അത്രയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ ഒരു കോണായിട്ട് പറയാനുള്ളത് ഈ ഒരു വാച്ചിൻ്റെ ചാർജിങ് സ്പീഡാണ്. 2 മണിക്കൂർ എടുക്കും ഈ ഒരു വാച്ച് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി. നോർമൽ കണ്ടീഷൻസിൽ നിങ്ങളൊരു 20% ഈ ഒരു വാച്ച് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 1 hour 40 അല്ലെങ്കിൽ 1 hour 45 minutes എടുക്കും. സോ അത്യാവശ്യം നല്ല ലെങ്തി ചാർജിങ് തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. അത് അടുത്തൊരു കോണായിട്ട് എനിക്ക് തോന്നി. ഇനി മൂന്നാമത്തെ ഒരു കോണായിട്ട് പറയാനുള്ളത് ഈ ഒരു വാച്ചിൻ്റെ വൈബ്രേഷൻ മോട്ടോഴ്സാണ്. അതിലും ഞാൻ ആക്ച്വലി പ്ലേസ്ഡ് അല്ല, കാരണം വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് നമ്മൾ ഓരോ ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാച്ച് തിരിച്ചു തരുന്നത്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. സോ അത് കുറച്ചുകൂടെ സാംസങ്ങിന് നന്നാക്കായിരുന്നു, കുറച്ചുകൂടെ ഒരു പ്രീമിയം ലെവലിലോട്ട് സാംസങ്ങിന് കൊണ്ടുവരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നാലാമത്തെ ഒരു കോണായിട്ട് തോന്നിയ ഈ ഒരു വാച്ചിൻ്റെ ടച്ചബിൾ ബെസലാണ്. അതെനിക്ക് ഒട്ടും പ്ലീസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല യൂസ് ചെയ്യാൻ വേണ്ടി. പല സമയവും അൺറെസ്പോൺസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ര ഈസി ടു യൂസ് ആയിട്ടും തോന്നിയിട്ടില്ല. അതിനേക്കാളും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നും, സ്ക്രീനാണെങ്കിൽ സ്വൈപ്പ് ചെയ്ത് പോകുന്നത്. സോ അവിടെയാണ് ആക്ച്വലി ഗാലക്സി വാച്ച് 4 ക്ലാസിക്കിന് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ ഫിസിക്കൽ ബെസൽസ് ആണ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ ബെസൽസ് ആണ് വരുന്നത്. സോ അതാണ് എന്തുകൊണ്ടും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. എൻ്റെ അഭിപ്രായം ഈ ഒരു ഗാലക്സി വാച്ച് 4നെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ആപ്പിൾ വാച്ചുമായിട്ട് ചെറിയൊരു റിസംബിളൻസ് എനിക്കിപ്പോൾ വന്നു തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട്. കാരണം കുറച്ച് ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയി ഈ ഒരു വാച്ച്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ വാച്ചിന് സിമിലർ ആയി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ iOS ഡിവൈസസിൽ ഈ ഒരു വാച്ച് വർക്ക് ചെയ്യത്തില്ല. സോ എന്താ പറയുക, കുറച്ചുകൂടെ ആ ഒരു ആപ്പിൾ വാച്ച് അഡാപ്റ്റേഷൻ എനിക്ക് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായമാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.